നമ്മുടെ മൈൻഡ് മൂവീസ് മഞ്ജീസിന്റെ മൂവി സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇന്ത്യൻ 2 ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ട്രെയിലർ കമോൺ. ஊராடா இது? படிப்புக்கேத்த வேலை இல்ல, வேலைக்கேத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. ഇത്ര ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പണി കിട്ടും? தப்பு செய்றவன் தப்பு സൗത്ത് செஞ்சுட்டா നോർത്ത് എല്ലാം ഓൾഡ് വോയിസ്. நம்மள ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும், வாய்க்கே பேசுவோம். ஆனா அது சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்ல. ஜஸ்ட் வாக்கிங் டாக்ஸ். அதனால கத்திக்கிட்டு இருக்கோம். இவங்க எல்லாரையும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். அப்படி யாரா இருக்கா? இருந்தாரு. താത്താ Indians. Name Senapati. Freedom fighter. താത്തന്റെ ഇൻട്രൊഡക്ഷൻ തന്നെയാണല്ലോ. അതാരാ ഇതാ കാണിച്ചത്? ഓ വിവേക്. ഇത് ശങ്കറിന്റെ കുറെ പടത്തിലുണ്ട് കേട്ടോ ഈ സാധനം. താത്ത യങ്ങറായിടാ, ഭയങ്കര ഡയറ്റിംഗ് ഒക്കെ. യു മീൻ കീറ്റോ? കീറ്റോ. ഓ വിടുവല്ലേ? அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். താത്ത വിളിച്ചു നിൽക്കാണല്ലോ. என் கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. അത് പഴയ ഫ്രെയിം അല്ലേ? ഇല്ലല്ല, അത് ഇതിലുള്ള മറ്റു പഴയ പടത്തിന്റെ ഒരു ഇത്. பொய் சொல்லாத, திருடாத. മനോബാല. பழந்தப்ப இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. ഏതാச்சுം പറയാൻ വേണം? இது இரண்டாவது சுதந்திர போர். காந்தி வழியில நீங்க, കറപ്ഷൻ. நேதாஜி வழியில நான். ഫേസ്ബുക്ക് ലൈവ്. താത്ത വരാറ്. ഭാഗ്യം 6 ആപ്സ് അല്ല. എത്ര വയസ്സായി താത്തക്ക്? ஓடவும் முடியாது, ஒளியவும் முடியாது. டாமன் ஜெரி ஆட்டம் സീറോ ടോളറൻസ്. കൊള്ളാം. പക്ഷെ നമ്മുടെ വളരെ ബോറായിട്ടുണ്ട്. ടീസറിന്റെ അത്ര ആയില്ല. എങ്ങനെയുണ്ട്? ട്രെയിലർ കണ്ടിട്ട് ചില പോയിന്റ്സിലൊക്കെ ഗൂസ് ബംസ് കിട്ടുന്ന ട്രെയിലർ തന്നെയാണ്. പക്ഷെ എന്റെ പ്രശ്നം അല്ലെങ്കിൽ എന്റെ ഡൗട്ട് എന്താണെന്നറിയാം? എന്താണ്? ഈ ക്യാപ്റ്റൻ ഇന്ത്യ എന്ന കോൺസെപ്റ്റ് അതെങ്ങനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും? അന്നേ കളവൻ. അതെ, 80 വയസ്സ്. 76 വയസ്സ്. പിന്നെ ഇച്ചിരി സമാധാനം തോന്നിയത് 6 ആപ്പ് ഒന്നും കാണിച്ചിട്ടില്ല. നല്ല കളവന്റെ അതേ ബോഡി ലാംഗ്വേജ് എല്ലാം വെച്ചിട്ട്. പിന്നെ ഒരുപാട് ഈ വേറെ ശ്രദ്ധിച്ച അതുണ്ട് ശങ്കറിന്റെ സെയിം പാറ്റേൺ. പിന്നെ ബാക്കി എല്ലാം ഈ പറഞ്ഞതുപോലെ സോഷ്യൽ അറ്റാറിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് അതിനെ ഫൈറ്റ് ചെയ്യുന്നത്. അത് ജെന്യുവിൻ ആയിട്ടുള്ള ശങ്കറിന്റെ. ഇത് ആക്ച്വലി ഈ പടത്തില് ഈ ഇന്ത്യൻ 2ന്റെ കുറെ ഈ ഗ്യാപ്പില് കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം വേൾഡ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാട് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ആൾക്കാർ ഔട്ട്ലുക്ക് മാറി. ഒരുമാതിരി ശങ്കർ നമ്മുടെ പ്രൊഡിക്ഷൻ നമ്മൾ പറയണ്ടേ ഇതില്. ഇത് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിന് അവര് കാണിക്കുന്നത് നല്ല മറ്റേ പഠിപ്പില്ല, പഠിപ്പിനനുസരിച്ച് ജോലിയില്ല, ജോലിക്കനുസരിച്ച് ശമ്പളമില്ല. ഇതായിരിക്കും സ്റ്റാർട്ടിങ് പ്രോബ്ലം. സൗത്ത് ഇന്ത്യ മാത്രമല്ല കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫുൾ ഇന്ത്യ ആയിട്ട് അവര് ആ സീൻസ് കട്ട് അവര് കഷ്ടപ്പാടുന്നായിരിക്കും. ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ. പല ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവണം. ഇത് കണ്ട് മനം നൊന്നിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് പയ്യന്മാര് പിള്ളേര് ട്രൈ ചെയ്യുന്നുണ്ട് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരത് ഫെയിൽ ആവും സാധ്യത. പിന്നെ അതിനുശേഷം കംബാക്ക് ഇന്ത്യൻ. അവര് പിന്നെ ഇന്ത്യൻ എന്ന ക്യാരക്ടറിനെ കുറിച്ച് അറിയുകയും അതായിരിക്കും നെടുമുണിയൊക്കെ വന്ന ആ 2-3 കട്ട് സീനൊക്കെ വന്നത്. ഇതിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യാം. 5 വില്ലന്മാരോ 6 വില്ലന്മാരോ ഇതിലുണ്ടെന്ന് വെച്ചാൽ പല രീതിയിൽ കറപ്ഷൻ ചെയ്യും. ഇപ്പൊ കോർപ്പറേറ്റ് ലെവൽ കറപ്ഷൻ ഒക്കെ കളിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് കറപ്ഷൻ. ഇത് അല്ല, ഇത് അതുക്കും മേലെ. അതായത് ഇത് ഓർഗനൈസ്ഡ് ക്രൈം, ഒരാൾ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്, ഓർഗനൈസ്ഡ് കറപ്ഷൻ. അതായത് അവിടെ കൊടുക്കുന്നത് ഞാൻ അവിടെ ചെയ്യാം, ഇത് അത് ചെയ്യാന്ന് വെച്ചാൽ
പ്രോജക്ട്സ്, ബിഗ് പ്രോജക്ട്സ്, ചിലപ്പോൾ ബിൽഡിംഗ് എടുക്കുന്ന പ്രോജക്റ്റിന് ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. കണ്ടറിയാം. ഇത് രണ്ടാം സുരന്തർ പോരാട്ടമാണ്, നമുക്ക് കണ്ടറിയാം. അതുവരെക്കും താങ്ക് യു, നന്ദി, വണക്കം, ബൈ.